2025 നടന്ന കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ജോസഫ് വിജയ്. കരൂരിൽ താൻ റാലി നടത്തിയപ്പോൾ പോലീസിനെ വിശ്വസിച്ചു പോയതാണ് തനിക്ക് പറ്റിയ തെറ്റെന്ന് വിജയ് പറഞ്ഞു. നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരിലേക്ക് വരുമ്പോൾ പോലീസ് സാഹചര്യം പറഞ്ഞു തന്നില്ല. പോലീസ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുമായിരുന്നുവെന്നും ചതി പറ്റിയെന്നും വിജയ് പറഞ്ഞു. കരൂരിലെത്തിയ മുഖ്യമന്ത്രി വിജയുടെ പ്രസംഗം ഒരേ സമയം വൈകാരികവും ആവേശോജ്വലവുമായിരുന്നു. TV-യിൽ എൻ്റെ ഫോട്ടോ കണ്ട് വിജയ് അണ്ണ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തു വന്ന കുട്ടികൾ അടക്കമാണ് അപകടത്തിൽപ്പെട്ടതെന്നും ഇത് മനസ്സിൽ നിന്ന് പോകില്ലെന്നും വിജയ് പറഞ്ഞു. இந்த சம்பவத்தில் நம்ம யாரெல்லாம் இழந்திருக்கோம் தெரியுமா? ஒரு டிவியில் என் படமோ பாட்டோ வந்துச்சுன்னா அம்மா விஜய் மாமா, அம்மா விஜய் மாமா அப்படின்னு சொல்லி அவங்க அம்மா கிட்ட சிரிச்சுக்கிட்டு அந்த டிவி ஸ்கிரீனை போய் தொட்டு முத்தம் கொடுத்துக்கிட்டு என் அக்கா தங்கச்சிங்களோட தங்க பிள்ளைகளை இழந்திருக்கோம்யா. மழலை கூட சரியா வராதப்போ ஒரு பேப்பர் மேகசின்ல என் போட்டோவை பார்த்தா அதை சிரிச்சுக்கிட்டு அந்த கள்ளங்கபடம் இல்லாத அந்த சிரிப்பு, அந்த கடவுள் மாதிரி இருக்கிற அந்த பச்சை பிள்ளைங்களை இழந்திருக்கோம்யா. என் அக்கா தங்கச்சி அண்ணன் தம்பி குடும்ப உறவுகளை இழந்து அந்த வலியோட இருக்கிற என்ன நீங்க ஏளனமா பேசுறீங்களா? என் மேல பழிய தூக்கி போடுறீங்களா? இப்படி ஒரு சம்பவம் நடந்துருச்சு. இது ஏன், எதனால, அதுக்கான பின்னணி என்னன்ட்டு அந்த வலியோட வீட்டுல உட்கார்ந்துட்டு இருக்கிற ஓடி ஒளிஞ்சிட்டான்னு வர சொல்றீங்களா? வாயின்னு முன்னிருந்தா என்ன வேணாலும் பேசுவீங்களா? എന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം തൻ്റെ മേൽ ചാരാൻ ശ്രമിച്ചു. ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനല്ലേ ശ്രമിച്ചതെന്ന് വിജയ് ചോദിച്ചു. ഞാൻ ഓടി ഒളിച്ചെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി വാ എന്ന് പറഞ്ഞില്ലേ? ഇത്രയൊക്കെ പറഞ്ഞാൽ ഇറങ്ങി ഓടുമെന്ന് കരുതിയോ? അങ്ങനെ ഓടുന്നവനല്ല ഞാൻ. പണമോ ജനമോ ഏതാണ് മുഖ്യമെന്ന് ചോദിച്ചാൽ ജനമാണ് എന്ന് തന്നെ പറയും. ജനങ്ങൾക്കായി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവനാണ് ഞാൻ, വിജയ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ ജനങ്ങളെ വട്ടം കറക്കുന്ന പരിപാടി ഇനി ഉണ്ടാകില്ലെന്ന് വിജയ് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. അവിടെ പോ ഇവിടെ പോ എന്നൊക്കെ ഇനി ആരും ജനങ്ങളോട് പറയില്ല. ഇത് വാ തുറക്കുന്ന CM-ആണ്. ഒരു കള്ളപ്പണിയും ഇനി നടക്കില്ല. നമുക്ക് ചതി പറ്റി, ഇനിയും അത് പറ്റാൻ പാടില്ല. രാഷ്ട്രീയ വ്യാപാരത്തെ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചൊതുക്കിയെന്നും വിജയ് പറഞ്ഞു. തമിഴ്നാട്ടിൽ അഴിമതി അവസാനിപ്പിച്ചതായി അവകാശപ്പെട്ട വിജയ് സർക്കാർ ഓഫീസുകളിൽ ഇനി ₹1 പോലും കൈക്കൂലി നൽകരുതെന്നും ആഹ്വാനം ചെയ്തു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താൻ കരൂരിൽ സ്മാരകം നിർമ്മിക്കുമെന്നും വിജയ് പറഞ്ഞു. ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് കരൂരിൽ എത്തുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി ഉച്ചയ്ക്ക് ശേഷം വിജയ് കൂടിക്കാഴ്ച നടത്തി. മരിച്ചവരുടെ ആശ്രിതരായ 32 പേർക്ക് വിജയ് നിയമന ഉത്തരവ് കൈമാറി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.